ആരുടെ എടുത്തി? തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ എടുത്തി തന്നെ വിളിക്കരുതെന്ന്. അല്ല, ഞാൻ പ്രായം കൂടിയവർ ബഹുമാനിക്കണം നമ്മള്. അതിന് എന്റെ ശ്യാമിന് അത്ര വയസ്സൊന്നും ആയിട്ടില്ല. അല്ല, സംസാര ഭാഷയാണ്, അതൊന്നും വിചാരിക്കണ്ട. അതുകൊണ്ടാണ്. തിരക്കിട്ട് പോവുക. അതെ അതെ, തിരക്കുണ്ട്. നീ പോയിക്കോ. അല്ല, ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് പോവാം. നമ്മുടെ SI ഇല്ലേ ശീതളൻ സാറ്, പുള്ളി നമ്മുടെ മക്കളൊക്കെ ഒന്ന് വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് നടത്തുന്നുണ്ട് രക്ഷകർത്താക്കൾക്ക് വേണ്ടിയിട്ട്. അതിന് എന്തിനാ ഇവിടെ വന്ന് പറയുന്നത്? ഇവിടെ ഇങ്ങക്കൊരു കുട്ടിയില്ലേ? നമ്മുടെ മോനെ കുറിച്ച് നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങളെ കുറിച്ച്? നിങ്ങൾ ഈ കാണുന്ന സർക്കിളിലെ കുട്ടികളെ പോലെ അല്ല ഞങ്ങളുടെ മകനെ ഞങ്ങൾ വളർത്തുന്നത്. അവനെ ഈ ടൗണിലെ ഏറ്റവും ടോപ്പ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടിയാ. MSc കമ്പ്യൂട്ടർ സയൻസ് ആണ് അവൻ. ഞങ്ങളുടെ മകനായതുകൊണ്ട് പറയല്ല, ഭയങ്കര ജീനിയസ് അവൻ. അതല്ല, ഈ കുട്ടികൾ വഴിതെറ്റി പോണതിനെ കുറിച്ചായിട്ടാണ് SI ക്ലാസ് തരുന്നത്. നല്ല ക്ലാസ് ആണ്. ഈ ഡ്രഗ്സ് ഉപയോഗിച്ചാലുള്ള കോൺസിക്വൻസസ് എന്താണെന്നും പാരന്റ്സിന്റെ ഒരു പെയിൻ എന്താണെന്നും ഒക്കെ നിങ്ങളുടെ ഈ SI ഉണ്ടല്ലോ, അയാളെക്കാളും നല്ല വൃത്തിയായിട്ട് ഞങ്ങളുടെ മകൻ അറിയാം. നിങ്ങളുടെ SIക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മകനോട് ചോദിച്ചു. അല്ല, ശ്യാമലടുത്തേക്ക് മേഡത്തിന് തിരക്കാണ്, പോയിക്കോട്ടെ. നിങ്ങൾക്ക് പോന്നൂടെ? ഞാനേ സുഗു അറിയാലോ, മാർക്കറ്റ്, ചെമ്മീൻ, അത് തന്നെയല്ല എനിക്കൊരു ഗ്രീൻ ആപ്പിൾ മേടിക്കണം. ഓക്കെ, മറക്കോ? ഇല്ല. ഞാൻ വരാറുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ചിമ്മിൻ കള്ളാണ്ടല്ലോ. അത് നടക്കട്ടെ കേട്ടോ, ഞങ്ങൾ പോവാം. ശരി താൽ. ശരി. ഇങ്ങനൊരു കോന്തനട്ടോ മണി സമയം പറഞ്ഞാണ്. ഇപ്പൊ മണി 10 കാലായി. നമ്മൾ തന്നെ വൈകിയത്, ഒരൊറ്റ ആളെ പുറത്ത് കാണുന്നില്ല. അകത്ത് കയറിയിരിക്കണ്ടാവും. നമ്മൾ തന്നെ വൈകിയാലും എങ്ങനെ? ഈ സമയത്തിന് വില ഉണ്ട്. നമ്മൾ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഇതൊക്കെ ഒരു കൃത്യനിഷ്ഠ വേണം. എനിക്ക് ഇതല്ലേ സാറേ സമയം പറഞ്ഞില്ലേ? സമയം കറക്റ്റ് പറഞ്ഞതാ. എന്ത് കറക്റ്റ് പറഞ്ഞതാ? ഒരു കാര്യം പറഞ്ഞു ഏൽപ്പിച്ചാൽ അത് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം വേണം സാറേ. ഒരൊറ്റാളെ കാണാനല്ലോ ഇവിടെ. ആ മൊയ്തൂടെ സാർ, ആൾക്കാർ ഇപ്പൊ എത്തും. സാറേ ഇരിക്ക്. ഒരു നാണം കെട്ട അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. സാറേ, ചായക്കോ സാറിന് ഇഷ്ടപ്പെട്ട പരിപ്പടക്കം പറയട്ടാ. എടോ, ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട് സാർ. വിളിക്കേ. മൊയ്തു വിളിക്കാം. മൊയ്തു, 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 മൊയ്തു. മൊയ്തു വരും സാർ, വരും. സന്തോഷം. ഇന്ന് തന്നെയാണല്ലോ അല്ലേ പറഞ്ഞ ദിവസം? ആളുകൾ എവിടെ സാർ? അത് പിന്നെ ഇവിടെ റെസിഡൻസിന്റെ സുഹൃത്തെ, നിങ്ങൾക്ക് തമാശ കളിക്കാനുള്ളതല്ല ഡിപ്പാർട്ട്മെന്റ്. അല്ല സാർ, അങ്ങനെയല്ല. ഇവിടെ ഒരു മരണം നടന്നിട്ടാ. ആരാ മരിച്ചത്? അത് പിന്നെ റെസിഡൻസിലെ പ്രസിഡന്റ് ഉണ്ട്, അബ്ദുള്ളക്കാന്റെ എളാപ്പന്റെ കുട്ടീന്റെ ഭാര്യന്റെ ആങ്ങള മരിച്ചു. എവിടെ മരണം? എവിടെ? അത് ഇവിടെ ഒരു 36 കിലോമീറ്റർ അപ്പുറത്താ. ഇവിടുത്തെ റെസിഡൻസി അസോസിയേഷന്റെ പ്രസിഡന്റ് മരിച്ചത് 36 കിലോമീറ്റർ അപ്പുറം. അല്ല, അത് ഒരു തറവാട്ടിലേക്ക് ഉണ്ടായതാ. നിങ്ങളെ ആരോടെ സംസാരിക്കണം എന്നുള്ള ഒരു ബോധമെങ്കിലും നിങ്ങൾക്ക് വേണം കേട്ടോ. സാർ, പറ്റിപ്പോയതാ സാറേ. സാർ, സത്യം പറഞ്ഞാൽ ഈ ക്ലാസ്സിന് വരാൻ ആർക്കും താല്പര്യമില്ല. പിന്നെ എനിക്കാണ് താല്പര്യം. കുറെ പറഞ്ഞു നോക്കി സാർ, ആരും വന്നില്ല. ചായം പടയുണ്ടെന്ന് പറഞ്ഞു നോക്കി, എന്നിട്ടും വന്നില്ല. സാറാണ് ക്ലാസ് എടുക്കുന്നു പറഞ്ഞു. ഓ, അവൻ പറഞ്ഞു. അതെ, ഇവിടെ ആദ്യമായിട്ട് ക്ലാസ് എടുക്കല്ലേ ഞാൻ. ഇതുപോലെ പല സ്ഥലങ്ങളിലും ക്ലാസ് എടുത്തിട്ടുള്ള ഒരാളാ ഞാൻ. അതെ, അതുപോലെ ആക്കി തീർക്കാനാ ഉദ്ദേശം? അല്ലല്ല, എല്ലായിടത്തും സാറിന്റെ ക്ലാസ്സൊക്കെ ഭയങ്കര ആളാന്ന്. അവസാനം ആൾക്കാർ പിരിഞ്ഞു പോകുന്നില്ല. ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു പിരിഞ്ഞു പോവാൻ. മറിമായം.